ഓൾ വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ്. നമ്മുടെ ഏജ് 6 to 11 വരെയുള്ള ഏജിന്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. സോ 6 to 11 എന്ന് പറയുന്നത് ഭയങ്കര സ്ലോയും സ്റ്റഡിയുമായ സ്റ്റേജാണ്. ഇവിടെ നമ്മൾ മിഡിൽ സ്കൂൾ ഏജ്, ലേറ്റ് സ്കൂള്, അല്ലെങ്കിൽ ലേറ്റ് ചൈൽഡ്ഹുഡ്, അല്ലെങ്കിൽ മിഡിൽ ചൈൽഡ്ഹുഡ് ഏജ്, അല്ലെങ്കിൽ ഗ്യാങ് ഏജ്, എലിമെന്ററി സ്കൂൾ ഏജ് എന്നൊക്കെ നമ്മൾ ഒരുപാട് രീതിയിൽ പറയാറുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രായത്തിൽ അങ്ങനെ വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ചുകളോ കാര്യങ്ങളോ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ വളർച്ചയുണ്ട്, സ്റ്റഡി സ്റ്റേറ്റിലായിരിക്കും. ഈ സമയത്താണ് കുട്ടികളൊക്കെ മിക്കവാറൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുക, എന്താ ഇതിങ്ങനെ അല്ലാത്തത്. അവരുടെ കൊഗ്നീഷനൊക്കെ വളരുകയും അല്ലെങ്കിൽ കൂടുതലായിട്ട് അവർ നമ്മൾ ഔട്ട്സൈഡ് എൻവയോൺമെന്റ്, ജെനറ്റിക്സ് ഒക്കെ ആ പാറ്റേൺസ് ഒക്കെ ഫോളോ ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ വരുന്നത് ഇവിടെ നിന്നായിരിക്കും. സോ ഇതൊരു ഇൻഫൻസിയും അല്ല, എന്നാൽ അഡോളസൻസും അല്ല, അതിനിടയിൽ വരുന്നൊരു സ്റ്റേജാണ്. നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും അതിനെ ഇൻഫൻസിന്നോ അഡോളസൻസിനോ എന്നും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് പറയാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ്. ആൻഡ് ഇവിടെയാണ് കൂടുതലായിട്ട് ചാടുക, ഓടുക അങ്ങനെയൊക്കെ ഉള്ളൊരു സ്റ്റേജ് ഇല്ല. അത് കൂടുതലും അവരുടെ അടുത്ത് അടങ്ങിയിരിക്കാതെ അവർ മാക്സിമം അവരുടെ കാണിക്കുന്ന ഒരു പരിപാടിയില്ലേ, അതൊക്കെ ഈ ഒരു സമയത്താണ് എന്നുള്ളതാണ്. സോ ഫിസിക്കൽ ഗ്രോത്ത് ഇൻ എയർലി സ്കൂൾ ഏജ് ആണ്. സോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം. ഇതിന്റെ ആവറേജ് ഗേൾ ഓഫ് ഹൈറ്റ്, വെയിറ്റ് ചുമ്മാ നിങ്ങൾക്ക് പേപ്പർ നിറച്ച് വെക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു അപ്രോക്സിമേറ്റ് പഠിച്ച് വെക്കുക, അതുപോലെ അവിടെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റഡി ഗ്രോത്ത് ആണ്. 5 മുതൽ 6 സെന്റിമീറ്റർ ഹൈറ്റ് പെർ ഇയർ ആയിരിക്കും. ആൻഡ് 2 to 2.5 ഇഞ്ചസ് ആയിരിക്കും ചൈൽഡ് ഗ്രോ ചെയ്യാൻ. 3 to 6 പൗണ്ട് ആനുവലി ഗെയിൻ ചെയ്യും. സോ പൗണ്ട് ആണ്, kg അല്ല കേട്ടോ. ഗേൾ ബീങ് പ്യൂബർട്ടി സ്ലൈറ്റ്ലി ഇയർലർ ദാൻ ബോയ്സ് ആൻഡ് മേ ടാളർ ഹെവിയർ അറൌണ്ട് ഏജ് 11 to 12. ഈ ഒരു പെൺകുട്ടികളൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ ഇച്ചിരി അത്യാവശ്യം മണ്ണും അതുപോലത്തെ തടിയൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ പെട്ടെന്ന് അവർ പ്യൂബർട്ടിയിലൊക്കെ എത്തുന്ന ഒരു പ്രായമാണ്. അതായത് അവർ വളർച്ചാ ഘട്ടമൊക്കെ അത്യാവശ്യമൊക്കെ ഒന്ന് കൂടി, അല്ലെങ്കിൽ അവർ ആ ഒരു കുഞ്ഞു കുട്ടിയിൽ നിന്ന് മാറി ഒരു വലിയൊരു കുട്ടിയാവും. നമ്മൾ വീട്ടിൽ പറയില്ലേ, മെൻസ്ട്രേഷൻ സൈക്കിളൊക്കെ സ്റ്റാർട്ട് ചെയ്ത ഏജ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആ ഒരു ഏജിലേക്കൊക്കെ എത്തുന്ന ഒരു പ്രായമാണ് എന്നുള്ളതാണ്. ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യാം, ശ്രദ്ധിച്ച് വെക്കാം. സോ ഞാൻ പറഞ്ഞതുപോലെ പറ്റുന്നതാണെങ്കിൽ ഈ ഒരു ഏജ് ഗ്രൂപ്പ് പഠിക്കുക. ആൻഡ് നെക്സ്റ്റ് നമ്മൾ പറയേണ്ടത് ഏജ് ബൈ 12 ആണെങ്കിൽ ചിൽഡ്രൻസ് ആർ അപ്രോക്സിമേറ്റ് 5 feet tall and weight 80 pounds. അത് 36.3 kg ആയിരിക്കും അത്യാവശ്യം ഉണ്ടായിരിക്കുക. സോ അതും നമുക്ക് അങ്ങനെ പഠിക്കണമെന്ന് വലിയ നിർബന്ധമില്ല. സോ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്കങ്ങനെ സ്പെസിഫിക് ഫാക്ടേഴ്സ് മാത്രമല്ല. ഇപ്പം നമുക്കൊരാളുടെ വളർച്ച എന്ന് പറയുന്നത് ഇന്നൊരു കാര്യത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ നമുക്ക് ഒരു ജനറ്റിക് ഫാക്ടറോ എൻവയോൺമെന്റൽ ഫാക്ടറോ മാത്രമല്ല ഇതിനകത്തുള്ളത്. അല്ലാതെ നമുക്ക് അത്യാവശ്യം വേറെയും കുറച്ച് ഫാക്ടേഴ്സുകൾ നമുക്ക് നോക്കാനുണ്ട്. ജനറ്റിക്സ് ഉറപ്പായിട്ട് നമുക്കറിയാം. ജനറ്റിക്സ് അച്ഛനും അമ്മയുടെയും പൊക്കവും വളർച്ച ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അത്രയും കിട്ടും അല്ലേ. ന്യൂട്രീഷൻ പ്രോപ്പർ കിട്ടുന്നില്ല, മൽന്യൂട്രീഷൻ ആണ്. പ്രോപ്പറായിട്ട് ആഹാരമൊന്നും അവർക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവരുടെ വളർച്ച കുറയുക തന്നെ ചെയ്യും. പക്ഷേ അവർക്ക് അവരുടെ വളർച്ചയൊക്കെ പക്കയാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നന്നായിട്ട് തന്നെ അവരുടെ വളർച്ച ഉണ്ടായിരിക്കും. ഇനി ഇമോഷണൽ ഡിസ്റ്റർബൻസ്, അവർക്ക് പ്രോപ്പറായിട്ട് കൂടുതൽ അടിയും വഴക്കും മാത്രം കിട്ടുന്നെങ്കിലോ ഒരു കുട്ടിയുടെ വളർച്ച എങ്ങനെ നടക്കില്ല അല്ലേ, അത് പ്രോപ്പറായിരിക്കില്ല എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈ എക്കണോമിക് സ്റ്റേറ്റസ് ആണ്. വെൽത്തിയർ ഫാമിലിയിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വെൽത്തിയർ ഫാമിലിയിലുള്ള ഒരു ഫാമിലിയിലെ കുട്ടികളെന്ന് പറയുമ്പോൾ അവർക്ക് ഇച്ചിരി വണ്ണവും പൊക്കവും കാര്യം ഉണ്ടാവും. എന്തുകൊണ്ടാണ്? ന്യൂട്രീഷൻ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു വെൽത്തിയർ ഫാമിലിയിൽ നിന്നാണ്. ആൻഡ് ഹെൽത്ത്, ഫീവർ അല്ലെങ്കിൽ എപ്പോഴും അടിക്കടി ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെ അവരുടെ വളർച്ച ഒരുപാട് മാറ്റിയേക്കാം. ആൻഡ് എൻഡോക്രൈൻ ഫംഗ്ഷൻ, അത് ഹോർമോൺസ് എന്ന് പറയുന്നത് ഈ ഒരു പ്രായത്തിൽ നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഹോർമോൺസ് പ്രോപ്പർ അല്ല, അല്ലെങ്കിൽ ഹോർമോൺസുകൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വളർച്ച ബാധിക്കും. ഇപ്പോൾ എക്സാമ്പിൾ, നമുക്ക് ഒരുപാട് ഹോർമോൺസ് ഉണ്ട്. ഗ്രോത്ത് ഹോർമോൺസ് ആണ് ഏറ്റവും പ്രൈമറിലി വരുന്നത്. അതിനകത്ത് തന്നെ മെയിൽ ആണെങ്കിൽ ടെസ്റ്റോസ്റ്റെറോൺ, ഫീമെയിൽ ആണെങ്കിൽ ഈസ്ട്രോജൻ, അങ്ങനെ ഒരുപാട് ഹോർമോൺസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു പ്രായത്തിലും കൂടുതലും ഗ്രോത്ത് ഹോർമോൺ ആണ് നമ്മൾ നോക്കുന്നത്. സോ ഗ്രോത്ത് ഹോർമോൺ ആണെങ്കിൽ ഡോർഫിസം, ജൈജാൻറ്റിസം പോലുള്ള അസുഖങ്ങളൊക്കെ ഇൻബാലൻസ് ആയി കഴിഞ്ഞാൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സെക്സ്, അപ്പം ഇപ്പോൾ കുട്ടികൾ നമ്മൾ നോക്കുവാണെങ്കിൽ ആൺകുട്ടികളൊക്കെ ഇച്ചിരി കളിച്ച് മോടിയൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അത്ര പൊക്കം ഉണ്ടായിരിക്കും, പക്ഷെ മണ്ണൊന്നും ഉണ്ടാവില്ല, ഒരു മിക്കറും കൊള്ളിയായിരിക്കും. പക്ഷേ പെൺകുട്ടികൾ നോക്കുവാണെങ്കിൽ അങ്ങനെയല്ല, കുറച്ചും കൂടെ വെയിറ്റ് വെക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഹൈറ്റ് നമുക്ക് ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട് എപ്പോഴും പറയാൻ പറ്റും. അപ്പോൾ കുഞ്ഞു കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു അണ്ടർ ന്യൂട്രീഷൻ തന്നെ ആകണം എന്നൊരു നിർബന്ധവുമില്ല. ഈവൻ അബ്യൂസ്ഡ് ചൈൽഡിലൊക്കെ കൂടുതലായിട്ട് നമ്മൾ അണ്ടർ ന്യൂട്രീഷനൊക്കെ, അല്ലെങ്കിൽ ഈ ഒരു അണ്ടർ ന്യൂട്രീഷൻ ഒരുമിച്ച് കമ്പൈൻ ചെയ്യുവാണെങ്കിൽ ആ ഒരു വളർച്ചയിലെ മാറ്റങ്ങൾ വരും. ഇത് 6 to 11 ഇയേഴ്സിലുള്ള ഗ്രോത്തിൻ്റെ ഡിഫറൻസ് ആണ്. പറ്റുന്നവരാണെങ്കിൽ ഒന്ന് പഠിച്ചു വെക്കാം. സോ ഡെവലപ്മെന്റ് മൈൽസ്റ്റോൺ ഓരോ ഏജിലും എങ്ങനെയാണ്. സോ 6 ഇയേഴ്സ് ആകുമ്പോൾ ബ്രെയിൻ 90% അഡൽട്ട് വെയിറ്റിലേക്ക് വരും. കൊച്ചുള്ളത് അല്ലെങ്കിൽ വലിയ കുഞ്ഞായിരിക്കും അല്ലേ, വലിയ ആൾക്കാർ അത്ര ഉണ്ടാവില്ലേ. പക്ഷെ അത്രയും വെയിറ്റ് വെക്കുന്നത് 90% വെയിറ്റ് വെക്കുന്ന 6 വയസ്സാകുമ്പോഴാണ്.
ആൻഡ് ഫസ്റ്റ് പെർമനന്റ് ടൂത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ 6 മുതൽ 11 ആണെങ്കിൽ സ്റ്റഡി ഗ്രോത്ത് തന്നെയാണ്. 2 to 3 ഇഞ്ചും 5 to 7 LBS per year ആയിരിക്കും. കുറച്ച് സ്ട്രെങ്ത്തും അവർക്ക് ഇരിക്കാനും അവരുടെ ബോൺസ് ഒക്കെ ഇച്ചിരി ഹാർഡാകും. ബോഡി പ്രൊപ്പോർഷനൊക്കെ ഇമ്പ്രൂവ് ആവുന്നു. ലെങ്ത്തും വേസ്റ്റും ഒക്കെ ഇച്ചിരി നാരോ ആവുന്നു. അപ്പം ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കുന്ന അമ്മമാർക്കറിയാം എപ്പോഴും മാറ്റിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. ഒരെണ്ണം തന്നെ സ്പെസിഫിക് ആയിട്ട് ഉണ്ടാവില്ല. ബിക്കോസ് എന്താണ് അവരുടെ വളർച്ച ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ടാണ് അല്ലേ. സോ 8 മുതൽ 10 ആണെങ്കിൽ എന്താണ് റൈറ്റ് ഹെമിസ്ഫിയർ, ഗ്രോത്ത് ഇൻ റൈറ്റ് ഹെമിസ്ഫിയർ. സോ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, എമ്പതി, പ്ലാനിങ് അങ്ങനെയുള്ളത് കുട്ടികൾക്ക് കൂടുതലായിട്ട് എന്താണ് അവർക്ക് ചെയ്യേണ്ടത്, എന്താണ് തെറ്റെന്നൊക്കെ അറിയുന്ന ഒരു പ്രായമാണ്. ആൻഡ് 10 to 14 ഇയേഴ്സ് ആണെങ്കിൽ പ്യൂബർട്ടി സൈൻസ് കാണിക്കും. ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ്, ഹെയർ ഗ്രോ ചെയ്യുക, അവരുടെ ഇച്ചിരി വളർച്ച വരിക. അപ്പോൾ ഈ കുഞ്ഞു കൊള്ളി മുടികളെ കാണാം. അപ്പോൾ നമ്മൾ പിള്ളേരെ കളിയാക്കുക, ഓ വളർന്നല്ലോ, പയ്യനായല്ലോ, മാമനായല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കില്ലേ. അത് ഈ ഒരു പ്രായത്തിലാണ്. ആൻഡ് 11 ആണെങ്കിൽ ബോയ്സ് ബിക്കം പ്യൂബർട്ടി, ഗ്രോത്ത് സ്പോർട്സ്. അതായത് ഈ ഒരു പ്രായത്തിലാണ് അവരുടെ ഗ്രോത്ത്, ആക്ച്വൽ ഗ്രോത്ത് നടക്കേണ്ടാവുക. അവിടെ വെച്ചിട്ട് അവരുടെ വളർച്ചയൊക്കെ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വരും എന്നുള്ളതാണ് കേട്ടോ. ഇതൊക്കെയാണ് ബേസിക് കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇനി മോട്ടോർ സ്കിൽ ഇൻ ഡെവലപ്മെന്റ് 6 to 11 ഇയേഴ്സ് ആണ്. സോ 6 മുതൽ 11 വയസ്സിൽ ഗ്രോത്ത് ഡെവലപ്മെന്റിൽ പ്രത്യേകിച്ച് ഈ ഒരു മോട്ടോർ സ്കില്ല് പറയുവാണെങ്കിൽ ബ്രസ്റ്റ് ഡെവലപ്മെന്റ് കുട്ടികളിൽ ഒരു 8 വയസ്സാകുമ്പോൾ തന്നെ നമുക്ക് തുടങ്ങുമെന്നുള്ളതാണ്. അതിനുശേഷം മെൻസ്ട്രുവേഷൻ 11 മുതൽ 12 വരെ സ്റ്റാർട്ട് ചെയ്യും. പണ്ടും അല്ല, ഇപ്പോഴൊക്കെ 8ലും 9ലും വയസ്സിലൊക്കെയാണ് ഇപ്പോഴും മെൻസ്ട്രുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊക്കെ ഹോർമോൺസിന്റെ വേരിയേഷൻ ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇമോഷണൽ റെഡ്നെസ് ഫോർ പ്യൂബർട്ടി മേ വേരി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ കുട്ടികളിലും ഓരോ രീതിയിലാണ്. എല്ലാ കുട്ടികളിലും ഒരുപോലെ തന്നെ എന്താവണമെന്നില്ല. അവരുടെ ഗ്രോത്തും കാര്യങ്ങളും ഒക്കെ നടക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അത് മാറിയും തിരിഞ്ഞും കൊണ്ട് ഇരിക്കുമെന്നുള്ളതാണ് കേട്ടോ. സോ ബോയ്സിലാണെങ്കിൽ എല്ലാവർക്കും അറിയാലോ, സ്ക്രോട്ടം ചേഞ്ച് ആകും, ടെസ്റ്റിക്കുലർ എൻലാർജ്മെന്റ്, അതായത് അവരുടെ സെക്സ് ഓർഗൻ എന്ത് ചെയ്യുന്നു, ഇച്ചിരിയുടെ വളർച്ച വരുന്നു എന്നുള്ളതാണ്. അതിനേക്കാൾ മോറോവർ പറയുവാണെങ്കിൽ അവരുടെ സ്ക്രോട്ടം, അതായത് നമുക്ക് പെനിസ് ഉണ്ട്, പെനിസിന് സ്ക്രോട്ടമാണ് വരുന്നത്. സ്ക്രോട്ടത്തിൽ നിന്നാണ് നമുക്ക് ടെസ്റ്റിക്കൽസ് അകത്താണ് നമുക്ക് ഉള്ളത്. സോ അത് കൂടുതലും റിപ്രൊഡക്ഷൻ ആണ്. റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് എൻലാർജ് ആവുന്നു എന്നുള്ളതാണ്. മാസ്ട്രുബേഷനും നോക്ടിക്കുലർ എമിഷൻ മേ ഒക്കേഴ്സ് ബൈ 12. അതായത് 12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ മാസ്ട്രുബേഷൻ കാണും. സോ മിക്കവാറും ആൾക്കാരൊക്കെ 12 വയസ്സിലൊക്കെ മാസ്ട്രുബേഷൻ ചെയ്താൽ അത് പാപമാണ്, തെറ്റാണ്, ദൈവം കോപിക്കും എന്നൊക്കെ പറഞ്ഞായിരിക്കും പറഞ്ഞു വിടുക. ഇത് കേൾക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കാൻ, നമ്മൾ സൈക്കോളജിസ്റ്റ് ആണ്, നമ്മളിതിനെ പറ്റി പഠിക്കുന്നതാണ്. സോ ഒരിക്കലും അങ്ങനെ പറയരുത്. മാസ്ട്രുബേഷൻ വേണം ആൻഡ് ഇറ്റ്സ് നമുക്ക് എന്താണ് ആവശ്യമുള്ള കാര്യമാണ്. നമുക്ക് പുതിയ തലമുറയെ വാർക്കണമെങ്കിൽ നിർബന്ധമായും സെക്ഷൽ ഡെവലപ്മെന്റ് നടക്കണം. അത് ഫിസിക്കലി മെന്റലി നടക്കണം. പക്ഷെ അതിന് ഉപയോഗം എന്താണ്, ദൂഷ്യവശം എന്താണെന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാതെ തെറ്റാണ് ചെയ്യരുത് അങ്ങനെയല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. സ്ട്രോങ് പിയർ ഇൻഫ്ലുവൻസ് വിയ സ്പോർട്സ് ആൻഡ് കോമ്പറ്റീഷൻ. ഇപ്പോൾ എക്സാമ്പിൾ, അവരിങ്ങനെ അതൊക്കെ ചെയ്യുന്നു, വലിയ വലിയ ഗെയിമുകൾ കളിക്കുന്നു, അപ്പോൾ എനിക്കും ഗെയിം കളിക്കണം. കണ്ടില്ലേ റൊണാൾഡോ, മെസ്സി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കൂടുതൽ ഇൻഫ്ലുവൻസ്ഡ് ആവാറില്ലേ. അപ്പം അതുപോലെയൊക്കെ എന്താവാറുണ്ട്, അതൊക്കെ ഇൻഫ്ലുവൻസ് ആവുന്ന ഒരു പ്രായം കൂടെയാണ് ഈ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ. ഇനി ടീത്ത്, ബോണ്, മസിൽസ് ആണ്. സോ 3 വയസ്സാവുമ്പോഴത്തേക്കും 20 മിൽക്ക് ടീത്തും, മിഡിൽ ചൈൽഡ്ഹുഡ് ആകുമ്പോൾ 28 പെർമനന്റ് ടീത്തും ആയിരിക്കും ഉണ്ടാവുക. അഡൾട്ട് ആകുമ്പോൾ 32 ആയിരിക്കും വരിക. സോ ബോൺസ് ആണെങ്കിൽ എല്ലാ ബോൺസും കണ്ടിന്യൂസ്ലി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു, കാൽഷ്യം അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഹൈ ലെവൽ ആക്ടിവിറ്റി ഉണ്ടാകുന്നു. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, അവരുടെ ബോഡി ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കുന്നു. ഇനി മസിൽ ആൻഡ് ഫാറ്റ് ആണെങ്കിൽ ബോൺസ് ആർ കവേർഡ് ബൈ മസിൽ ആൻഡ് ഫാറ്റ്. ബോൺസ് എന്ത് ചെയ്യാറുണ്ട്, മസിലും ഫാറ്റും കൊണ്ട് കവർ ചെയ്യാറുണ്ട്. ഗേൾസ് ടെൻ ടു ഗെയിൻ മോർ ഫാറ്റ്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെൺകുട്ടികളിൽ കൂടുതൽ ഫാറ്റ് കൂടുതൽ ഗെയിൻ ചെയ്യാൻ, കാര്യം ബോയ്സിൽ അങ്ങനെ ഉണ്ടാവില്ല. റീസൺ എന്താ വെച്ചാൽ ഇത്രയേ ഉള്ളൂ, അവർക്ക് ഇച്ചിരി ഒരു ഇച്ചിരി ഫിസിക്കൊക്കെ വേണം, അല്ലെങ്കിൽ അവർക്ക് കുറച്ചൊക്കെ ഒന്ന് ഓടണം, ചാടണം, സ്പോർട്സ് ആക്ടിവിറ്റിയിലൊക്കെ കൂടുതലായിട്ട് ബോയ്സ് വരാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു മാറ്റം നമുക്ക് ഉണ്ടാവുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് മോട്ടോർ മസിൽസ് ആണ്. മസിൽ ടൈപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലാർജ് ആംസ്, ലെഗ്, ബാക്ക്, സ്മോൾ ഫിംഗേഴ്സ്, ടോ. ആൻഡ് മസിൽ കൺട്രോൾ ടൈപ്പ് ആണെങ്കിൽ ഗ്രോസ് മോട്ടോർ കോർഡിനേഷൻ ആൻഡ് ഫൈൻ മോട്ടോർ കോർഡിനേഷൻ ഉണ്ട്. സോ മസിൽ ടൈപ്പിൽ തന്നെ 2 ടൈപ്പ് ഓഫ് മസിൽസ് ഉണ്ട്. ലാർജും ഉണ്ട് ആൻഡ് സ്മോളും ഉണ്ട്. ലാർജ് ആണെങ്കിൽ ആം, ലെഗ്, ബാക്കും. സ്മോൾ ആണെങ്കിൽ ഫിംഗർ ടോ. ഇവിടെ നമുക്ക് ഡെവലപ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ക്ലാസിഫിക്കേഷൻ അല്ല. നിങ്ങൾക്ക് എയ്തർ ആംസും ലെഗ്സും ബാക്കും ഫിംഗേഴ്സും ടോസും വളരുമെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം എന്നുള്ളതാണ്. ഇനി മസിൽ കൺട്രോൾ ടൈപ്പ് ആണെങ്കിൽ ഗ്രോസ് മോട്ടോർ കോർഡിനേഷൻ. സോ റണ്ണിങ്, ബാലൻസിങ്, സ്കിപ്പിംഗ്, ക്ലൈംബിംഗ് ഒക്കെ അവർക്ക് ഈസിലി പോസിബിൾ ആണ്. ഫൈൻ മോട്ടോർ കോർഡിനേഷൻ ലൈക്ക് റൈറ്റിംഗ്, നീഡിൽ വർക്ക്, പെയിന്റിംഗ് ഒക്കെ ചെയ്യും കേട്ടോ. സോ ഡെവലപ്മെന്റ് സീക്വൻസ് പറയുവാണെങ്കിൽ ഗ്രോസ് മോട്ടോർ സ്കിൽ ഡെവലപ്പ് ബിഫോർ ഫൈൻ മോട്ടോർ സ്കിൽ. സോ
ആദ്യം ഗ്രോസ് മോട്ടോ സ്കില്ലാണ് ആദ്യം വരിക. കുട്ടികൾ നടക്കാനും ഇരിക്കാനും ചാടാനും പഠിക്കുന്ന എങ്ങനെയാണ് ആദ്യം പഠിക്കും. അതിന് ശേഷമാണ് എന്ത് ചെയ്യുക, പെയിന്റിങ് അങ്ങനെയുള്ള സ്കില്ലൊക്കെ അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. സോ ഡെവലപ്മെന്റ് സീക്വൻസ് ആണെങ്കിൽ ഗ്രോസ് മോട്ടോ സ്കിൽ ഡെവലപ്പ് ബിഫോർ ഫൈൻ മോട്ടോ സ്കിൽ. സോ എന്താണ്, ഗ്രോസ് മോട്ടർ ആണ് ആദ്യം എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത് ഫൈൻ മോട്ടോഴ്സ് വരുന്നതിന് മുന്നേ. ഞാൻ ഓൾറെഡി പറഞ്ഞ കേസ് തന്നെ. സോ sensitive period, the optimal time to develop specific motor skill 4.5 to 5.5 for writing. സോ 4 മുതൽ 5 വയസ്സ് വരെ നമ്മൾ എഴുതാൻ കുട്ടികളെ പഠിപ്പിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ അവരൊരു കാരണവശാലും എന്ത് ചെയ്യില്ല, എഴുതാനായിട്ട് പ്രോപ്പറായിട്ട് പഠിക്കില്ല എന്നുള്ളതാണ്. ഇനി ആക്ടിവിറ്റി ആൻഡ് സ്കിൽ പറയുവാണെങ്കിൽ ക്യാച്ച് ചെയ്യുക, ബോൾ പിടിക്കുക, ഓടുക, അവർ ബാലൻസ് ചെയ്യുക, പിന്നെ ജമ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു 6 മുതൽ 11 വയസ്സിൽ ഡെവലപ്മെന്റ് കാണിക്കും. അത് ഈ മോട്ടോർ സ്കിൽസിലൊക്കെ ഉള്ളതാണ്. ഡിസോർഡേഴ്സ് ഉണ്ട്. നമുക്ക് കോമൺ ഡിസോർഡേഴ്സ് ഈ ഒരു പ്രായത്തിൽ കാണുന്നതാണ് ADD, ADHD. ഹൈപ്പർ ആക്റ്റീവ്, അത് ഇമ്പൾസീവ് ആവുക, റെസ്റ്റ്ലെസ് ആവുക, ആൾക്കാരുടെ അറ്റൻഷൻ കിട്ടുക എന്നുള്ളത് ഈ ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. അതായത് അവർ ഒരിടത്ത് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കത്തില്ല, ചാടി ഓടി മേലെ കയറി വലിഞ്ഞ് എന്തെങ്കിലും തള്ളിയിടും. ഇതാണ് ഈ ഒരു പരിപാടി. ഇനി ഹൈപ്പർ ആക്ടിവിറ്റി ആണെങ്കിൽ ഒന്നും ചെയ്യില്ല, ലോ ആയിരിക്കും, ചുമ്മാ ഇരിക്കും, എവിടെ ഇരുത്തിയാലും അവിടെ തന്നെ ഇരിക്കും, അവിടെ ഇരുന്ന് ഉറങ്ങുക, ലേസി ആവുക. അപ്പം അങ്ങനെയുള്ള കണ്ടീഷനിൽ ഈ 2 കണ്ടീഷനിലും കുട്ടികൾക്ക് പ്രശ്നമുണ്ട്. അത് ഡിസോർഡർ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. അല്ലാതെ ഈ ചില അമ്മമാരും എന്ത് ചെയ്യുന്നു, അവർ ചാടി ഓടി സാധനം പൊട്ടിച്ചാലും ഒന്നും പറയില്ല, ഒരു കുഴപ്പമില്ല എന്ന് പറയും, അവർ കുഞ്ഞല്ലേ എന്ന് പറയും. അങ്ങനെയല്ല, 2 കണ്ടീഷൻ ആണെങ്കിലും അത് പ്രശ്നം തന്നെയാണ് എന്നുള്ളതാണ്. ആൻഡ് മോട്ടോ സ്കിൽ എക്സ്ക്യൂഷൻ ഡിഫറൻസ്. സോ ഓൾറെഡി പറഞ്ഞതുപോലെ ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലാണ് ഡെവലപ്മെന്റ് കാണിക്കുക, അല്ലേ? സോ വൈഡ് വേരിയബിലിറ്റി ഇൻ മാസ്റ്ററിങ് കോംപ്ലക്സ് മോട്ടോ ടാസ്ക്. അതായത് എപ്പോഴും കുട്ടികൾ വലിയ കാര്യങ്ങൾ, അതായത് മറ്റുള്ള ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ട് എനിക്കത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വലിയ കോംപ്ലക്സ് ആയ കാര്യങ്ങളൊക്കെ മാസ്റ്റർ ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ കുഞ്ഞു കുട്ടികളിലൊക്കെ, അല്ലെങ്കിൽ സ്വിമ്മിങ് ചെയ്യുന്ന കുഞ്ഞു കുട്ടികളും അഡൾട്ടിൻ്റെ സ്വിമ്മിങ് പഠിപ്പിക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. കുഞ്ഞു കുട്ടികൾ സ്വിമ്മിങ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യും, അഡൾട്ട് ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും, അതുപോലെയൊക്കെ. സോ കൊഗ്നേറ്റീവ് ഇഷ്യൂ, ഇഞ്ചുറി, പോളിയോ, ഹൈ ഫീവർ, ഹിൻഡർ ഡെവലപ്മെന്റ്, ഇങ്ങനെയുള്ള ഡിസോർഡേഴ്സ് ഒക്കെ വരുവാണ്. ഇപ്പോൾ എക്സാമ്പിൾ പോളിയോ ബാധിച്ച കുട്ടികൾ, ഇഞ്ചുറി വന്ന ആൾക്കാരുകൾ, അല്ലെങ്കിൽ ഹൈ ഫീവർ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് ഉറപ്പായിട്ടും ഹിൻഡർ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കോംപ്ലക്സ് ടാസ്ക് ഒന്നും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കാരണവശാലും അക്വയർ ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ഇംപ്രൂവ്മെന്റ് ഇൻ ഫൈൻ മോട്ടോർ സ്കിൽ. സോ പ്ലേയിങ് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്, സ്വിമ്മിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കേപ്പബിൾ ആയിരിക്കും. സോ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഇപ്പോൾ ചാടണം, ഓടണം, അല്ലെങ്കിൽ റൺ ചെയ്യണം എന്ന് പറയുന്ന കുട്ടികൾക്ക് കൂടുതലായിട്ട് എന്ത് വേണം, ഹൈറ്റ് ആവശ്യമാണ്, അവർക്ക് ബോഡി മാസും ആവശ്യമാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ബ്രെയിൻ മെച്ചുറേഷൻ ഒക്കെ വേണം, അല്ലേ? അപ്പം ബയോളജിക്കലി പറയുവാണെങ്കിൽ ബോഡി സൈസ്, സ്ട്രെങ്ത്, ബ്രെയിൻ മെച്ചുറേഷൻ വളരെ അത്യാവശ്യമാണ്. ഇനി ടെമ്പർമെന്റൽ, എനർജി, പേഴ്സിസ്റ്റന്റ്, പേഴ്സണാലിറ്റി, സോഷ്യൽ ആണെങ്കിൽ പിയർ ഇന്ററാക്ഷൻ, കോമ്പറ്റീഷൻ, സെൽഫ് എസ്റ്റീം ഒക്കെ അത്യാവശ്യമാണ്. ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. അത് കുട്ടികളുടെ ഡെവലപ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ഫൈൻ മോട്ടോഴ്സിന് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ്. സോ മോട്ടോർ സ്കിൽ ഡെവലപ്മെന്റ് സമ്മറിയാണ്, ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. സോ മോട്ടോർ സ്കിൽ എന്താണ്? ഇൻവോൾവ് ഫൈൻ കോർഡിനേഷൻ ഓഫ് സ്മോൾ മസിൽ. ചൈൽഡ്ഹുഡ് ഈസ് ഐഡിയൽ ഫോർ ഡെവലപ്പിംഗ് ദീസ് സ്കിൽ ഡ്യൂ ടു വേരിയസ് അഡ്വാൻറ്റേജസ്. അപ്പം എപ്പോഴും ഒരു കുട്ടിയെ നമ്മൾ ഒരു കാര്യം പഠിപ്പിക്കണം. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു കുട്ടിയെ നമ്മൾ സ്കേറ്റിംഗ് പഠിപ്പിക്കണം, അല്ലെങ്കിൽ അവരെ ചാടാൻ പഠിപ്പിക്കണം, ഓടാൻ പഠിപ്പിക്കണം, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്ന എളുപ്പം ഉള്ള ഏത് കാറ്റഗറിയാണ്, ഏജാണ്, നമുക്ക് ഈ പറഞ്ഞതുപോലെ 6 മുതൽ 11 വയസ്സുള്ള സമയമാണ്. കാരണം വെച്ചാൽ അവർക്ക് പ്ലയബിലിറ്റി, ചിൽഡ്രൻ ബോഡി ആർ മോർ ഫ്ലെക്സിബിൾ, ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഈസി ലേണിംഗ് പോസിബിൾ ആണ്. ഫ്യൂർ കോൺഫ്ലിക്ട്സ്, കുട്ടികളെ സംബന്ധിച്ച് പുതിയൊരു കാര്യം പഠിക്കാൻ അങ്ങനെ ഒരു പ്രീ ലേണിംഗ് അല്ലെങ്കിൽ നമുക്ക് ഓക്കെ എനിക്കിത് പറ്റത്തില്ല എന്നൊരു ജസ്റ്റിഫിക്കേഷൻ അവർ പറയില്ല. സോ ഫിവർ പ്രീ ലേണിംഗ് സ്കിൽ ഇന്റർഫിയർ വിത്ത് ന്യൂ ലേണിംഗ്. ഇപ്പോൾ എക്സാമ്പിൾ, ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ചാടാൻ പറ്റില്ല എന്നുള്ളതല്ല. അവർക്ക് പുതിയൊരു ലേണിംഗ് എന്ന് പറയുന്നത് അവർ ഒരു പ്രജുഡിസ് അല്ലാതെ അവർ ചെയ്യുന്നുള്ളതാണ്. ആൻഡ് അഡ്വാൻറ്റേജസ് നേച്ചർ, അവർ കൂടുതലും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ലവ് ഓഫ് റെപ്പിറ്റേഷൻ, അഡൾട്ട് എങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെ റിപ്പീറ്റ് അവർക്ക് താല്പര്യമാണ്. ആൻഡ് ഫ്രീ ടൈം, അവർക്ക് ഒരുപാട് ഫ്രീ സമയമുണ്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു പ്രശ്നമേ അല്ല. ഇങ്ങനെ ഡെവലപ്മെന്റ് ഫീച്ചേഴ്സ് ആണ്. സ്മൂത്ത് കോർഡിനേഷൻ ഓഫ് ലാർജർ ആൻഡ് സ്മോൾ മസിൽ ഈസ് എൻഹാൻസ് ത്രൂ ആക്ടിവിറ്റി ലൈക്ക് റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് സ്പോർട്സ്. സോ എന്താണ്, ലാർജും സ്മോൾ മസിൽസ് എന്ത് ചെയ്യുന്നു, നമുക്ക് റീഡിംഗ്, റൈറ്റിംഗ്, സ്പോർട്സ് ഒക്കെ ഉള്ള കാര്യങ്ങൾക്ക് ഡെവലപ്മെന്റ് ഫീച്ചേഴ്സിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത്. 6 കീ മോട്ടോഴ്സ് ബിഹേവിയർ ലൈക്ക് റണ്ണിങ്, ജമ്പിങ്, സ്ക്വീസിങ്, ഫുഡ് മൂവ്മെന്റ്, ബാലൻസിങ്, ത്രോയിങ്, ക്യാച്ചിങ് ഒക്കെ ആണ് വരുന്നത്. ഇനി മോട്ടോർ സ്കിൽ ഇംപ്രൂവ്മെന്റ് ഇൻ മെച്ചുറേഷൻ പ്രാക്ടീസ് ആണ്. സോ ജമ്പിങ് ആസ് എ മോട്ടോർ സ്കിൽ. സോ ബോയ് ജംപ് ഹൈലി വേർട്ടിക്കൽ ബൈ ദി 8-7 അല്ലേ? സോ അതായത് ഇപ്പം ഒരു പെൺകുട്ടിയോടും അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോടും ഒരു ആൺകുട്ടിയോടും കൂടെ നമ്മൾ ചാടാൻ പറയുവാണ്, ഓടാൻ പറയുവാണ്, ആർക്ക് ഏറ്റവും കൂടുതൽ ചാടുക,
ആൺകുട്ടികൾ പെട്ടെന്ന് ചാടും. പക്ഷെ പെൺകുട്ടികൾ അങ്ങനെയല്ല. അവർക്ക് അങ്ങനെ ജമ്പ് ചെയ്യുക അല്ലെങ്കിൽ ചാടുക എന്നൊക്കെ ഒരു മതിൽ ചാടുക എന്നൊക്കെ പറയുന്നത് എപ്പോഴും അത് പോസിബിൾ ആയ കാര്യമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ജമ്പിങ് പോലും ഒരു മോട്ടോർ സ്കിൽ ഇൻഡിക്കേറ്റർ ആണ്. സോ ഹയർ വെർട്ടിക്കലി ബൈ 8-7, അത് ആൺകുട്ടികൾ അവരുടെ 7 ആകുമ്പോൾ അവർ ചാടണം, അല്ലെങ്കിൽ ഒരു മതിലൊക്കെ ചാടാനുള്ള കഴിവുണ്ടാകണം എന്നാണ് പറയുന്നത്. ഗേൾസ് പെർഫോം ബെറ്റർ ഇൻ ഹോപ്പിംഗ് ജമ്പിങ്. സോ നമ്മൾ ഹോപ്പ് ചെയ്യാറില്ലേ, ജമ്പിങ്ങിൽ ഒക്കെ ഇൻറ്റു ഗ്രിഡ്സിലൊക്കെ നമ്മൾ കാണിക്കാറുണ്ട്. 6-9 ആണെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റിൽ റാപ്പിഡ് ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കും. പിന്നെ സ്പോർട്സിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ആൺകുട്ടികൾ കൂടുതൽ സ്പോർട്സിലേക്ക് ആക്ടിവിറ്റീസ് കാണിക്കും. അവർ ഗോൾ ഡയറക്റ്റഡും കോമ്പറ്റീറ്റീവ് ആവും. ഓക്കെ, ഇനി നമുക്ക് തോക്കണം, അവരെ തോപ്പിക്കണം, ഇവരെ തോപ്പിക്കണം എന്നൊക്കെ ഉള്ളൊരു കോമ്പറ്റീറ്റീവ് മൈൻഡ് അവരുടെ ഡെവലപ്പ് ആകും എന്നുള്ളതാണ്. അവിടെയാണ് സോഷ്യൽ ഇൻട്രാക്ഷൻ, ടീം വർക്ക്, ഫിസിക്കൽ ഫിറ്റ്നസ്, പേഴ്സണൽ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ആവശ്യമായിട്ട് ഉള്ളത്. സോ ഹെഡ്നെസ് ആൻഡ് ഫൈൻ മോട്ടോർ സ്കിൽസ്. സോ ഹെഡ്നെസ് ഫിക്സ് ആവുന്ന എപ്പോഴാണ്? ഹാൻഡ്നെസ് ഫിക്സ് ആവുന്നത് ബൈ ഏജ് ഓഫ് 6 ആണ്. സോ ഗേൾ എക്സൽ ഇൻ ഫിംഗർ ഡെക്സ്ട്രിറ്റി. സോ ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ ലേണിംഗ് ആണ് ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അല്ലാതെ എപ്പോഴും കുട്ടികൾ വലിയ വലിയ കാര്യങ്ങൾ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ തോറ്റു പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് അവരെ തോപ്പിക്കണം, ജയിക്കണം എന്നൊക്കെ ഈ കുഞ്ഞു കുട്ടികൾ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ. അതിന് കാരണം എന്താണ്? അവരുടെ പ്രായത്തിന് അവർ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുവാണ്, അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുകയാണ് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഹാൻഡ്നെസ് ആൻഡ് ഫൈൻ മോട്ടോർ സ്കില്ലാണ്. സോ ഹാൻഡ്നെസ് എന്ന് വെച്ചാൽ 6 വയസ്സുകൊണ്ട് ഫിക്സ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അതായത് ഏതാണ് ശരി, ഏതാണ് തെറ്റ്, അല്ലെങ്കിൽ നമുക്ക് അവരുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുമല്ലോ, ഇത് ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നൊരു മൈൻഡ് സെറ്റ് ഇല്ലേ, അതൊക്കെ ഒരു 6 വയസ്സുകൊണ്ടൊക്കെ സെറ്റ് ആവും. ആൻഡ് ഗേൾസ് ആണെങ്കിലോ എക്സൽസ് ഇൻ ഫിംഗർ ഡെക്സ്ട്രിറ്റി. സോ റൈറ്റിംഗ്, പെയിൻറ്റിങ്, പ്ലേയിങ് ഇൻസ്ട്രുമെൻ്റ് ഒക്കെ അവർ ഒരുപാട് കാര്യങ്ങൾ വരും. ആൻഡ് ഐ ഹാൻഡ് കോർഡിനേഷൻ, ചില കുട്ടികളുണ്ടല്ലേ, നമുക്ക് ഐയും ഹാൻഡ് കോർഡിനേഷൻ ഒരുപോലെ ആകും. 8 മുതൽ 10 വയസ്സിൽ ഇമ്പ്രൂവ് ആവും എന്നുള്ളതാണ്, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. ആൻഡ് ഗ്രോത്ത് സ്പ്രൂട്ട്സ് ആൻഡ് ക്ലംസ്നെസ്. ഡ്യൂറിങ് ഗ്രോത്ത് സ്പ്രൂട്ട്സ് ചിൽഡ്രൻ മേ സീ ക്ലംസി ഡ്യൂ ടു റാപ്പിഡ് ബോഡി ചേഞ്ച് ആൻഡ് ഡിസ്ട്രാക്ഷൻ, ഡേ ഡ്രീമിങ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂ. സോ അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂ, പിന്നെ ഡേ ഡ്രീമിങ്, ഈ കുട്ടികൾ പകൽ സ്വപ്നമൊക്കെ കാണാറുണ്ട് കേട്ടോ. പിന്നെ റാപ്പിഡ് ബോഡി ചേഞ്ച്, ലാർജ് ഫീറ്റ്, പിന്നെ പെട്ടെന്ന് വളർച്ച ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇത് നമ്മുടെ ഒരു സമ്മറിയാണ്, നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഒരു സിമ്പിൾ ചാപ്റ്ററാണ്. ഒരു കുട്ടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ കുട്ടി എങ്ങനെ വളരുന്നു നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.